ഇത് ചൈനയുടെ കഥയാണ്. വെറും 50 വർഷം മുമ്പ് ഇന്ത്യയേക്കാൾ പിന്നിലായിരുന്ന ഒരു രാഷ്ട്രം ആഗോളതലത്തിൽ ഒരു മുൻനിര സാങ്കേതിക ശക്തികേന്ദ്രമായി എങ്ങനെ മാറിയെന്ന് വിവരിക്കുന്ന ഒരു ശ്രദ്ധേയമായ യാത്ര. ഒരു കാലത്ത് ദാരിദ്ര്യം, വിശപ്പ്, അവികസിത വികസനം എന്നിവയാൽ വലയം ചെയ്യപ്പെട്ടിരുന്ന ഈ രാജ്യം ഇപ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ മുൻനിരയിൽ നിൽക്കുന്നു, ലോകത്തെ നയിക്കുന്നു. ഈ പരിവർത്തനം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. അച്ചടക്കം, ദീർഘവീക്ഷണം, ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ, അശ്രാന്ത കഠിനാധ്വാനം എന്നിവയുടെ ഫലമാണിത്. 1970കളിലേക്ക് തിരിഞ്ഞുനോക്കുമ്പോൾ ചൈനയുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. ആളുകൾക്ക് പലപ്പോഴും കഴിക്കാൻ ആവശ്യത്തിന് ഭക്ഷണം പോലും ഇല്ലായിരുന്നു. റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചിരുന്നില്ല. വലിയ കോർപ്പറേഷനുകളും വ്യവസായങ്ങളും ഫലത്തിൽ നിലവിലില്ലായിരുന്നു. സാങ്കേതിക വിദ്യ എന്ന ആശയം തന്നെ കേട്ടുകേൾവിയില്ലാത്തതായിരുന്നു. രാഷ്ട്രം പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ചിരുന്നു. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ആഗോളതലത്തിൽ ചൈന ഒരിക്കലും പ്രാധാന്യത്തിലേക്ക് ഉയരുമെന്ന് ആരും സങ്കൽപ്പിച്ചിരിക്കില്ല. പിന്നീടൊരു നിർണായക വഴിത്തിരിവ് വന്നു. രാഷ്ട്രത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കാൻ ചൈനയുടെ നേതൃത്വം നിർണായകമായ തീരുമാനമെടുത്തു. രാജ്യത്തിന്റെ വികസനത്തിന് ആഗോള സമൂഹവുമായി സംയോജിപ്പിക്കുന്നത് അനിവാര്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ ദർശനത്താൽ നയിക്കപ്പെട്ട ചൈന അതിന്റെ സമ്പദ്വ്യവസ്ഥ ലോകത്തിന് തുറന്നുകൊടുത്തു. വിദേശ നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുകയും ആഗോള കമ്പനികൾക്ക് ചൈനീസ് വിപണിയിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്തു. ഈ തീരുമാനം ചൈനയുടെ ഭാവിയെ പൂർണ്ണമായും പുനർനിർമ്മിച്ചു. വിദേശ കമ്പനികളെത്തി നിർമ്മാണ പ്ലാന്റുകൾ സ്ഥാപിച്ചു. തൊഴിലവസരങ്ങൾ കുതിച്ചുയർന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകി. ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന ഒരു വലിയ ശ്രേണി അതിന്റെ അതിർത്തിക്കുള്ളിൽ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ചൈന ക്രമേണ ലോക ഫാക്ടറിയായി പരിണമിച്ചു. തുടക്കത്തിൽ ചൈന മറ്റു രാജ്യങ്ങളെ അനുകരിച്ചു. എന്നാൽ കാലക്രമേണ അത് സ്വതന്ത്രമായി നവവിധാനത്തെ നയിക്കാൻ തുടങ്ങി. ഇത് യഥാർത്ഥ വികസനത്തിന്റെ സൂചകമാണ്. കേവലം ഉൽപ്പാദനത്തിനപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സൃഷ്ടിക്കുന്നത് ചൈനയുടെ പ്രാഥമിക ലക്ഷ്യമായി മാറിയിരിക്കുന്നു. ചൈനയുടെ വിജയത്തിലെ ഏറ്റവും നിർണായക ഘടകം അതിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. വളരെ ചെറുപ്പം മുതൽക്കേ കഠിനാധ്വാനത്തിന്റെ മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നു. വിദ്യാർത്ഥികൾ ഒരു ദിവസം 10 മുതൽ 12 മണിക്കൂർ വരെ അവരുടെ പഠനത്തിനായി നീക്കിവെക്കുന്നു. ഇത് സാധാരണ നേട്ടമല്ല, എന്നാൽ ചൈനയിൽ ഇതൊരു മാനദണ്ഡമാണ്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം, സ്റ്റെം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ വിദ്യാഭ്യാസത്തിലും വലത് നിക്ഷേപം നടത്തുന്നു. ഫലമായി എല്ലാ വർഷവും ലക്ഷക്കണക്കിന് എഞ്ചിനീയർമാർ ബിരുദം നേടുന്നു. ചൈനയുടെ വികസനത്തിന് പിന്നിലെ പ്രധാന ശക്തി സാങ്കേതിക മനുഷ്യവിഭവത്തിന്റെ ഈ വലിയ ശേഖരമാണ്. ചൈന ഉപഭോക്താക്കളെ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല, സൃഷ്ടാക്കളെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഇതൊരു നിർണായക വ്യത്യാസമാണ്. ഇതാണ് ചൈനയ്ക്ക് ഇത്ര വേഗത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ കഴിയുന്നത്. ഇനി ചൈനയുടെ ചില ആധുനിക കണ്ടുപിടുത്തങ്ങൾ നമുക്ക് പരിശോധിക്കാം. നേരിട്ട് തിരിച്ചറിയൽ പേയ്മെന്റുകൾ. ചൈനയുടെ പല ഭാഗങ്ങളിലും പണത്തിന്റെ ആവശ്യം ഇല്ലാതാക്കി. ഒരാളുടെ കൈ സ്കാൻ ചെയ്താണ് പേയ്മെന്റുകൾ പൂർത്തിയാക്കുന്നത്. ഈ മെത്തേഡ് വേഗതയേറിയതും സുരക്ഷിതവുമായതാണ്. ഭാവിയിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടത്തെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. രണ്ടാമത്തേത്, ഡ്രൈവറില്ലാത്ത ബുള്ളറ്റ് ട്രെയിനുകൾ. മണിക്കൂറിൽ 380 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിനുകൾ. അതിലും അശുദ്ധിജനകമായത് അവ ഡ്രൈവറില്ലാതെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നതാണ്. അവ പൂർണ്ണമായും ഒരു പൂർണ്ണ ഓട്ടോമേറ്റഡ് സിസ്റ്റത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇത് ഗതാഗത മേഖലയിൽ ഒരു വിപ്ലവകരമായ പരിവർത്തനത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. മൂന്നാമത്തേത്, റോബോട്ട് പോലീസ് ഉദ്യോഗസ്ഥർ. ചൈനയിലെ ചില പ്രദേശങ്ങളിൽ റോബോട്ടുകൾ പോലീസ് ഉദ്യോഗസ്ഥരായി പ്രവർത്തിക്കുന്നു. അവർ ക്യാമറകൾ വഴി, മുഖതിരിച്ചറിയൽ വഴി വ്യക്തികളെ തിരിച്ചറിയുന്നു. കുറ്റകൃത്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുന്നതിനും തടയുന്നതിനും അവർ സഹായിക്കുന്നു. ഈ റോബോട്ടുകൾ പൂർണ്ണ സമയവും പ്രവർത്തിക്കുന്നു. നാലാമത്തേത്, പറക്കുന്ന ടാക്സികൾ. ഇവ ഗതാഗതത്തിന്റെ ഭാവിയെ പ്രതിനിധാനം ചെയ്യുന്നു. വായുവിലൂടെ പറന്നുയർന്ന് ഇവ യാത്രക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഗതാഗതക്കുരുക്കിനെ ലഘൂകരിക്കുന്നതിൽ ഇവയ്ക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും. അഞ്ചാമത്തേത്, കൃത്രിമ സൂര്യൻ. ഇന്നുവരെയുള്ളത് വെച്ച് ഏറ്റവും അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളിലൊന്നായി ഇത് നിലകൊള്ളുന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ ടെക്നോളജിയെയാണ് ഇത് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ഭാവിയിൽ ഇതിനൊരു വലിയ ഊർജ്ജ സ്രോതസ് നൽകാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ കേന്ദ്ര ചോദ്യം ഉയരുന്നു. ചൈനയും ഇന്ത്യയും ഏതാണ്ട് ഒരേ സമയത്ത് സ്വാതന്ത്ര്യം നേടിയെങ്കിലും ചൈനയ്ക്ക് മുന്നേറാൻ എങ്ങനെ കഴിഞ്ഞു? ഇതിനുള്ള പ്രധാന കാരണം ശ്രദ്ധയിലും അച്ചടക്കത്തിലുമാണ്. ചൈന തങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിച്ചു. ഉൽപ്പാദനം, അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ അവർ തങ്ങളുടെ ശ്രമങ്ങൾ കേന്ദ്രീകരിച്ചു. അവർ വേഗത്തിൽ തീരുമാനങ്ങളെടുത്തു, അവ തുല്യവേഗത്തിൽ നടപ്പിലാക്കി.
ചൈന വമ്പിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചു. വിശാലമായ ഹൈവേകൾ, അതിവേഗ റെയിൽ ശൃംഖലകൾ, മഹാനഗരങ്ങൾ, മെഗാ പാലങ്ങൾ എന്നീ ഘടകങ്ങൾ രാജ്യത്തിന്റെ വികസനത്തിന് അടിത്തറവാകി. ഇന്ത്യയ്ക്കും അപാരം കഴിവുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ അസാധാരണം ബുദ്ധിമാന്മാരാണ്. എന്നാൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അസമത്വങ്ങൾ നിലനിൽക്കുന്നു. എല്ലാ മേഖലകളിലും തുല്യ സൗകര്യങ്ങളില്ല. ഇത് വികസനത്തിനൊരു തടസ്സമാണ്. ദീർഘവീക്ഷണത്തോടെയാണ് ചൈന മുന്നോട്ടു പോയത്. AI, റോബോട്ടിക്സ്, ബഹിരാകാശ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ അവർ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഭാവിയെ മനസ്സിൽ കൊണ്ട് അവർ പ്ലാനുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മെ ഒരു പ്രധാന പാഠം പഠിപ്പിക്കുന്നു. ഒരു രാഷ്ട്രം വികസിക്കണമെങ്കിൽ വിഭവങ്ങൾ മാത്രം പോരാ. ശരിയായ ദിശയിലേക്കുള്ള ശ്രമം, അച്ചടക്കം, ദീർഘ ആസൂത്രണം എന്നിവ അത്യാവശ്യമാണ്. ഇന്ത്യയ്ക്കും ഇതേ കഴിവുണ്ട്. യുവത്വത്തിന്റെ ശക്തി അതിനുണ്ട്, കഴിവുണ്ട്. ശരിയായ നയങ്ങൾ നടപ്പിലാക്കിയാൽ ഇന്ത്യയ്ക്കും ആഗോള നേതൃത്വത്തിന്റെ കൊടുമിടിയിലേക്ക് ഉയരാൻ കഴിയും. ചൈനയുടെ കഥ നമുക്കൊരു പ്രചോദനമായി വർത്തിക്കുന്നു. അസാധ്യമെന്ന് തോന്നുന്നതുപോലും യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് ഇത് തെളിയിച്ചിരിക്കുന്നു. കഠിനാധ്വാനവും വ്യക്തമായ കാഴ്ചപ്പാടുമുണ്ടെങ്കിൽ ഏതു രാഷ്ട്രത്തിനും ആഗോള നേതാവായി ഉയരാൻ കഴിയും. ഇത് ചൈനയുടെ കഥ മാത്രമല്ല, മാറ്റത്തിന്റെയും സ്ഥിരതയുടെയും ഭാവിയിലുള്ള വിശ്വാസത്തിന്റെയും കഥയാണ്.